ആസ്ക് യുവർ മെന്ററിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടിക്കൽ സെഷൻസുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജിനുക്കാത്ത അക്കൗണ്ടിങ് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് ദ ഫോളോയിങ് ലെഡ്ജേഴ്സ് യൂസിങ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ജിനുക്കാത്ത ആൻഡ് ഡിസ്പ്ലേ ദ ബാലൻസ് ഷീറ്റ്. ഇവിടെ തന്നിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് അല്ലെ. ലെഡ്ജർ അക്കൗണ്ടും അതിൻ്റെ ബാലൻസുമാണ് തന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞ് ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്താൽ മതി. ജിനുക്കാത്ത അക്കൗണ്ടിങ് പാക്കേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ജിനുക്കാത്ത അക്കൗണ്ടിങ് പാക്കേജ് ഓപ്പൺ ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കമ്പനിയുടെ പേരുകളോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പേരിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ 31 ഡിസംബർ 2024 ഓക്കെ. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരിക. നമ്മുടെ ഓർഗനൈസേഷൻ ഞാനൊരു ABC എന്നുള്ള പേരിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ABC പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ്. 1/1/2024 31 ഡിസംബർ 2024 വന്ന് കണ്ടോ. ഓക്കെ, ഇനി അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്യുന്നു, പ്രൊസീഡ് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് അഡ്മിൻ എന്ന് പറയുന്ന ഇൻ്റർഫേസിലേക്ക് വന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ കമ്പനി ക്രിയേഷനാണ്, അത് കഴിഞ്ഞ് ക്രിയേറ്റ് അഡ്മിൻ. അപ്പോൾ അവിടെ ഞാൻ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക, കാരണം ഇതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ആൻസർ റിപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ നമ്മൾ അഡ്മിൻ ക്രിയേറ്റ് ആക്കി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഈ ലെഡ്ജർ അക്കൗണ്ട്സും എമൗണ്ടുകളും ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാസ്റ്ററിൽ പോവുക. ലെഡ്ജർ അക്കൗണ്ട് എവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? മാസ്റ്ററിലാണ്. ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്താണ്? ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ അതിന് ഗ്രൂപ്പ് കൊടുത്തു. എന്നിട്ട് സബ് ഗ്രൂപ്പിൽ പോയിട്ട് ക്യാഷ് തിരഞ്ഞെടുക്കുക. അക്കൗണ്ട് നെയിം ക്യാഷ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ലെഡ്ജർ അക്കൗണ്ടും എമൗണ്ടും തന്നിട്ടുണ്ട് അല്ലേ. ഇതിലൊരു ട്രാൻസാക്ഷൻ അല്ല നമുക്കിവിടെ തന്നിരിക്കുന്നത്, ലെഡ്ജർ അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് തീർച്ചയായിട്ടും കൊടുക്കുക. 20,000 20,000 എന്നിട്ട് അത് സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അക്കൗണ്ട് സേവ്ഡ്. ഓക്കെ, അടുത്തത് ബിൽഡിംഗ് 5 ലക്ഷം. ബിൽഡിംഗ് എന്താണ്? ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ്സ് ആണ് അല്ലേ. ഫിക്സഡ് അസറ്റിൽ ഇതാ ഇവിടെ ബിൽഡിംഗ് വന്നു കഴിഞ്ഞു. ഇനി അക്കൗണ്ട് നെയിമിൽ ബിൽഡിംഗ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം, ബിൽഡിംഗ്. ഇനി ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 5 lakh. ഓക്കെ, സേവ് കൊടുക്കാം. അടുത്തത് നമുക്ക് സൺട്രി ഡെറ്റേഴ്സ് ആണ് 50,000. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ അണ്ടർ ഗ്രൂപ്പ് ഏതാ വരുന്നത് എന്നുള്ളത് അറിയേണ്ട കേസാണ്. ഓക്കെ, നമ്മൾ +1 അക്കൗണ്ടൻസിയിൽ ഒക്കെ പഠിച്ചതാണല്ലോ അല്ലേ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏതാണ് അസറ്റ്, ഏതാണ് എക്സ്പെൻസ്, ഏതാണ് ഇൻകം, ഇതൊക്കെ അറിയേണ്ടി വരും. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റിൽ നമുക്ക് എന്താണ് വേണ്ടത്? സൺട്രി ഡെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത സൺട്രി ഡെറ്റേഴ്സ് കാണാം. സൺട്രി ഡെറ്റേഴ്സ്, അക്കൗണ്ട് നെയിം ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് പെട്ടെന്ന് കൊടുക്കുക, 50,000. സേവ് അഗെയിൻ. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി 2,50,000. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി, വീണ്ടും ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി 2,50,000 2,50,000. സേവ് കൊടുക്കുക. അടുത്തത് ബാങ്ക് ലോൺ ആണ്. 1 lakh. അടുത്തത് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 1,50,000. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ് അല്ലെ. കറണ്ട് ലയബിലിറ്റിയിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് തിരഞ്ഞെടുക്കുക. അതിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ക്രെഡിറ്റേഴ്സ്. ഓപ്പണിംഗ് ബാലൻസ് 1,50,000. സേവ് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ബാങ്ക് ലോൺ ആണ്. ബാങ്ക് ലോൺ അല്ലെ, 1,10,000. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോൺസ് ലയബിലിറ്റിയിൽ എടുക്കുക. അത് സെക്യൂർഡ് ആണ്. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് സെക്യൂർഡ് ആണ്.
ഓപ്പണിംഗ് ബാലൻസ് 1,10,000. സേവ്. ഓക്കെ, അടുത്ത ഫർണിച്ചറാണ്. ഫർണിച്ചർ 3 lakh. ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സഡ് അസറ്റാണ്. ദെൻ അതിൽ ഫർണിച്ചർ തിരഞ്ഞെടുക്കുക. വീണ്ടും അക്കൗണ്ട് നെയിം ഫർണിച്ചർ. ഓക്കെ, സേവ് കൊടുക്കുക. അടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്, 50,000. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. അതിൽ ബാങ്ക്, വീണ്ടും ബാങ്ക്. $50,000. ഓക്കെ, സേവ്. ഓക്കെ, അത് സേവ് ആയി. അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ അത് കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ? കറണ്ട് ലയബിലിറ്റി. അതിൽ പ്രൊവിഷൻസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് തിരഞ്ഞെടുക്കുക. സബ് ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ്. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഓക്കെ, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, അതിൻ്റെ ബാലൻസ് കൊടുത്തിരിക്കുന്നത് 10,000, 10,000. സേവ്. ഇനി ക്യാപിറ്റൽ ആണ് ലാസ്റ്റ് വൺ. ക്യാപിറ്റൽ 9 lakh. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ തന്നെയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഗ്രൂപ്പ് നണ്ണ്, ക്യാപിറ്റൽ 9 lakh. സേവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്തതൊക്കെ എഡിറ്റ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടോ, നിങ്ങൾ എൻ്റർ ചെയ്തതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ബാങ്ക് ലോൺ, ബിൽഡിംഗ്, ക്യാപിറ്റൽ, ക്യാഷ്, ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ഫർണിച്ചർ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് ജിനുക്കാത്തിൽ കാണാൻ പറ്റുന്ന അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്? 4 അക്കൗണ്ടുകളാണ് ബൈ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്, രണ്ടാമത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക്, മൂന്നാമത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. ഇത് തിയറിറ്റിക്കലി നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരാറുള്ള ഏരിയ ആണ്. 4 ഡിഫോൾട്ട് അക്കൗണ്ട് ഏതാണ്? ഡിഫോൾട്ട് അക്കൗണ്ടുകൾ ജിനുക്കാത്തിൽ ഏതാണ് എന്നുള്ള ചോദ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റിപ്പോർട്ടിൽ പോയിട്ട് ട്രയൽ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഉണ്ടോ, ഇത് മാച്ച് ആയിട്ടുണ്ട്. ട്രയൽ ബാലൻസ് നമ്മൾ എൻ്റർ ചെയ്തൊക്കെ കറക്റ്റാണ്. നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ അക്കൗണ്ടുകളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് എമൗണ്ട് രണ്ടും മാച്ച് ആയിട്ടുണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ റിപ്പോർട്ടിൽ തന്നെ പോവുക. ഇത് കണ്ടോ, നമ്മൾ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാ റിപ്പോർട്ടുകളും അല്ലേ, ലെഡ്ജർ അക്കൗണ്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം, ട്രയൽ ബാലൻസ് കാണാം, ക്യാഷ് അക്കൗണ്ട് കാണാം, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെ പോസിബിളാണ്, ഇതിനകത്ത് കാണാൻ പറ്റും. ബാലൻസ് ഷീറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ആൻസറായി. ബാലൻസ് ഷീറ്റ് തെറ്റുണ്ടെങ്കിലും ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എവിടെയെങ്കിലും ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 11,70,000 ആണ് ടോട്ടലായിട്ട് രണ്ട് ഭാഗത്തും വന്നിരിക്കുന്നത്. ഇതിൽ മിസ്റ്റേക്ക് ഇല്ല, നമ്മൾ എൻ്റർ ചെയ്തൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ എങ്ങനെയാണ്? ലെഡ്ജർ അക്കൗണ്ടിലൂടെയാണ്. ലെഡ്ജർ അക്കൗണ്ട് തന്നു, ലെഡ്ജർ അക്കൗണ്ടും അതിൻ്റെ എമൗണ്ട് തന്നു. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തുകൊണ്ട് റിപ്പോർട്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. സോ ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ.